അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒന്ന് ഉയർത്തെഴുന്നേൽക്കാൻ നമ്മളെ പ്രചോദിപ്പിച്ചൊരു ഘടകം എന്തായിരിക്കും ശരിക്കും? എന്റെ ആവശ്യങ്ങളായിരുന്നു. ഭയങ്കര പ്രശ്നക്കാരായ ക്ലയൻസ് വരുമ്പോൾ എങ്ങനെയാണ് ഇവരെയൊക്കെ ഒന്ന് ഡീൽ ചെയ്ത് മാറ്റുന്നത് ശരിക്കും? രാഷ്ട്രീയക്കാരിയോടോ വിവാഹ ജീവിതത്തെ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തെ ഒരു ബാധ്യതയായിട്ട് കാണുന്ന ഒരു ട്രെൻഡിന്റെ റിഫ്ലക്ഷൻ ആണ് ഈ ഒരു തോട്ട് എന്ന് പറയുന്നത്. ക്ലാസ് റൂമിലൊക്കെ ഇപ്പം പോയി കഴിഞ്ഞാൽ ആൺകുട്ടികളെ ഒതുങ്ങിയിരിക്കുന്നത്, പെൺകുട്ടികളാണ് കൂടുതലും മുമ്പോട്ട് വന്ന് നിൽക്കുന്നത്. നിങ്ങളൊക്കെ ഒരു സൈഡ് ലൈൻ കാലഘട്ടമാണ്. ചില ദിവസമൊക്കെ രാവിലെ എണീറ്റ് നിന്നിട്ട് ഇത് ഇവിടുന്നാണോ കൊടുങ്കാറ്റ് വരുന്നത്, ഇവിടുന്നാണോ കൊടുങ്കാറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ചുറ്റും നോക്കി നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട്. സംവരണം ഈ ചില സെക്ടറുകളിൽ സംവരണം ആവശ്യമാണ്. ഇപ്പൊ എന്താണോ നമ്മൾ ആ സമയത്ത് ചെയ്യുന്നത് ഞാൻ അത് എൻജോയ് ചെയ്യാറ്. പക്ഷെ ഇപ്പൊ സത്യം പറയാലോ, ഓരോ ദിവസവും രാവിലെ ഞാൻ എണീക്കുന്നത് ഇന്ന് എന്ത് പ്രശ്നത്തെയാണ് ഫേസ് ചെയ്യാനുള്ളതെന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ്. ഒരു ലൈഫ് എങ്ങനെയാ, ഒരു ഡേ എങ്ങനെ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുക, എങ്ങനെയാണ് എൻഡ് ചെയ്യുക? ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും മക്കളിലാണ്. ഇപ്പൊ നമ്മളിപ്പം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത ഇന്റർവ്യൂ വരട്ടെ, അപ്പൊ ഞാൻ ഹായ് ഹലോ, ദിസ് ഈസ് ആഷിഖ്. യു ആർ വാച്ചിങ് സ്കൈലാർക്ക് പിക്ചേഴ്സ് എന്റർടൈൻമെന്റ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഉലയാതെ കഷ്ടപ്പെട്ട് സ്വപ്നങ്ങൾ നേടിയെടുത്ത ഒരുപാട് മനുഷ്യരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ജീവിതത്തിന്റെ കൊടുങ്കാറ്റിൽ ഉലയാത്തൊരു ഒറ്റമലയാണ് എൻ്റെ കൂടെ ഉള്ളത്. മിസ് ജോയ്സ് ആണ്. വെൽക്കം ടു സ്കൈലാർക്ക് പിക്ചേഴ്സ്. താങ്ക് യു. ശരിക്കും മിസ് ജോയ്സിനെ പറ്റി നോക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് ലുവല്ല ഒരു വലിയൊരു ഫാക്ടറാണ് അല്ലേ. ലുവല്ല വെഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം സ്വന്തമായി റൺ ചെയ്യാം. അപ്പോൾ ഈ ഒരു ലുവല്ല ഉണ്ട്, അതുപോലെ കൗൺസിലറാണ്, ടീച്ചറാണ്, ട്രെയിനറാണ്, കുറേ അധികം കാര്യങ്ങളുണ്ടല്ലേ. ഒരു ഡെസിഗ്നേഷൻ ബേസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിക്കും മാമിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പം ഞാൻ എന്നെ പലപ്പോഴും നോക്കി കാണുന്നത് അവസരങ്ങൾ വളരെ കുറച്ചായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് ആ വരുന്ന അവസരങ്ങളെ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പം ഇന്ദിരാഗാന്ധി പറഞ്ഞ ഒരു കോട്ടുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ആർ നെവർ ഓഫേർഡ്, ദേ മസ്റ്റ് ബി ബ്ലെസ്ഡ് ആൻഡ് വർക്ക് ഫോർ എന്നാണ്. അപ്പോൾ എന്ത് അവസരം വന്നാലും അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. പ്രതിസന്ധികളെ ഒരു ചിരിയോടുകൂടി തരണം ചെയ്ത് മുമ്പോട്ട് പോവുക. ഓക്കെ. അപ്പോൾ ശരിക്കും ലൈഫിൽ വന്ന ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വിയോഗം ഉൾപ്പെടെയുള്ള നമുക്ക് ജീവിതം തള്ളുന്ന ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് ഉയർത്തെഴുന്നേൽക്കാൻ നമ്മളെ പ്രചോദിപ്പിച്ചൊരു ഘടകം എന്തായിരിക്കും ശരിക്കും? എൻ്റെ ആവശ്യങ്ങളായിരുന്നു. മറ്റു വേണമെങ്കിൽ ചിലപ്പോൾ സിമ്പിളായിട്ട് പറയാം, നമ്മൾ കണ്ടിരുന്ന സ്വപ്നങ്ങളായിരുന്നു, പാഷനായിരുന്നു. നോ, എക്സാക്ട്ലി എനിക്ക് പറയാനായിട്ടുള്ളത് എൻ്റെ റിക്വയർമെൻറ്റ്സ് ആയിരുന്നു. ഇപ്പം പലപ്പോഴും നമ്മൾ തോന്നും നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് വലിയൊരു ഡ്രീം ഉണ്ടെങ്കിൽ അത് നമുക്ക് മുമ്പോട്ട് പോകാമെന്നുള്ളത്. പലപ്പോഴും നമ്മുടെ സിറ്റുവേഷൻസ് നമ്മളെ ചിലപ്പം ഉയരങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ മുമ്പോട്ട് കൊണ്ടുപോയത് മുഴുവൻ എൻ്റെ ലൈഫിലെ പ്രോബ്ലംസാണ്. ലൈക്ക് നമ്മുടെ മുൻപിലൊരു യുദ്ധം ഉള്ളപ്പം വീട്ടിൽ പോയിരിക്കാൻ പറ്റത്തില്ലല്ലോ, അത് നയിച്ചേ പറ്റത്തുള്ളൂ. അത് നയിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു സക്സസ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുക. ഇത് തന്നെയാണ് എൻ്റെ ലൈഫിലും പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. ഞാൻ അതാണ് ഇൻട്രോയിൽ പറയാൻ എനിക്ക് ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. കൊടുങ്കാറ്റിൽ ഒറ്റമല നിൽക്കുന്ന ഒരു നിപ്പുണ്ട്. കൊടുങ്കാറ്റിൽ ഇങ്ങനെ അടിച്ചിട്ടിരിക്കുമ്പോൾ ഒറ്റമല അതുപോലെ നിൽക്കും. അതുപോലെയാണ് എനിക്ക് തോന്നിയത് ഒരു ജീവചരിത്രമൊക്കെ കാണുന്നത്. ഏത് ഡയറക്ഷനിൽ നിന്ന് കൊടുങ്കാറ്റ് അടിക്കാന്ന് നമുക്ക് മനസ്സിലാവില്ല. അതാണ് ഞാൻ ചോദിച്ചത്. ഒറ്റമല എവിടെ നിന്ന് അടിച്ചാലും അതിനെ ഇപ്പൊ ചില ദിവസമൊക്കെ രാവിലെ എണീറ്റ് നിന്നിട്ട് ഇത് ഇവിടുന്നാണോ കൊടുങ്കാറ്റ് വരുന്നത്, ഇവിടുന്നാണോ കൊടുങ്കാറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ചുറ്റും നോക്കി നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട്. ഇപ്പം നേരത്തെയൊക്കെ ആണെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോകും. പക്ഷെ ഇപ്പം സത്യം പറയാലോ, ഓരോ ദിവസവും രാവിലെ ഞാൻ എണീക്കുന്നത് ഇന്ന് എന്ത് പ്രശ്നത്തെയാണ് ഫേസ് ചെയ്യാനുള്ളതെന്നുള്ളൊരു ചിന്തയോടുകൂടി. അതില്ലെങ്കിൽ ഒരു സ്പിരിറ്റ് ഇല്ല. നമ്മളതിനെ സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ, അതിനെ ഓവർകം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിൽ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് ഞാൻ ഡെഫിനറ്റ്ലി എൻജോയ് ചെയ്യാറുണ്ട്. അടിപൊളി. ഇപ്പോൾ നമുക്ക് ആ ഒരു ഭർത്താവിൻ്റെ വിയോഗത്തിന് ശേഷം ഇറങ്ങിപ്പോകുമ്പോൾ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് പുതിയ ലോൺ എടുത്തിട്ട് ഫ്ലാറ്റ് വാങ്ങുന്നു. കയ്യിലുണ്ടായിരുന്ന 2 ലക്ഷം വെച്ചിട്ട് അത് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് കുറേ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷം വീണ്ടും ഓരോ സ്വപ്നങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെയും ലുവല്ല എന്ന് പറയുന്നൊരു ഫാക്ടർ എനിക്ക് തോന്നുന്നു കോവിഡിൻ്റെ സമയത്താണ് അതിനെപ്പറ്റിയുള്ള ആലോചന വരുന്നത്. 2 ബ്രദേഴ്സാണ് അതിലൊരു ഐഡിയ ഷെയർ ചെയ്തതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെയൊക്കെയും ഒരു പരിചയമില്ലാത്തൊരു ഫീൽഡാണല്ലോ ശരിക്കും അല്ലേ? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പരിചയമില്ലാത്തൊരു ഫീൽഡിൽ എങ്ങനെയാണ് ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു ധൈര്യവും, അല്ലെങ്കിൽ എന്താണ് ഈ ലുവല്ലയുടെ ജനനം ശരിക്കും എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യം ഞാൻ പറഞ്ഞല്ലോ കുറേ കഷ്ടപ്പാടുകളിലൂടെയാണ് വന്നത്. ഇപ്പോൾ ഹസ്ബൻഡ് മരിച്ചു. അപ്പം ആ ഒരു കാലഘട്ടം വരെ ഞാൻ അദ്ദേഹത്തെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അതിന് മുമ്പ് ഞാൻ കുറേയധികം ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഡൽഹിയിൽ കുറച്ചു കാലം ജോലി ചെയ്തിട്ടുണ്ട്, ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ, അല്ലല്ല, ഞാൻ നമ്മുടെ ഇന്ത്യൻ കാത്തലിക് മൂവ്മെന്റ് ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പോൾ അതിനുശേഷം പിന്നെ കംപ്ലീറ്റ് ഒരു കുടുംബിനിയായിട്ട് മാറിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഹസ്ബൻഡ് മരിക്കണത്. അപ്പം ഇത് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് അദ്ദേഹം ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അന്ന് കണ്ടിട്ടില്ലാത്ത എമൗണ്ടിൻ്റെ ബാധ്യതയാണ്. ഓരോ ദിവസം ഫോൺ വരുമ്പം
ഞെട്ടലോടുകൂടിയാണ് എമൗണ്ട് കേൾക്കുക. ഇത് ഏതൊക്കെ ബാങ്കുകളുണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത് തന്നെ. അപ്പോൾ അത്രയും ഒരു സിറ്റുവേഷൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നില്ല അത്. കാരണം പെട്ടെന്ന് വന്ന ഒരു മരണം, അദ്ദേഹം ബിസിനസ് മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് കിട്ടാനുള്ള പൈസകളൊന്നും കിട്ടുന്നില്ല. അതിൻ്റെ കുറച്ചൊക്കെ ലിസ്റ്റുകൾ എൻ്റെ ഉണ്ട്, അതൊക്കെ ഞാൻ ഫോളോ അപ്പ് ചെയ്ത് നോക്കി. അബ്സല്യൂട്ട്ലി നോ റിപ്ലൈ. പിന്നെ എനിക്ക് തോന്നി ഇതിൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല. വിൽ സ്റ്റാർട്ട് ഫ്രം സീറോ. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ ജീവിതം അങ്ങോട്ട് അവസാനിപ്പിച്ചേക്കാമെന്ന് വരെ ചിന്തിച്ച് കരഞ്ഞുറങ്ങിയിരുന്ന ഓരോ ദിവസങ്ങൾ, അതിനൊക്കെ ശേഷമാണ് എനിക്ക് മുമ്പോട്ട് തന്നെ എന്നുള്ളൊരു തീരുമാനം എടുത്ത് തിരിച്ചു വന്നത്. അപ്പം അങ്ങനെ വന്നപ്പോൾ അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന, ഞാൻ പറഞ്ഞില്ലേ, പ്രോബ്ലംസ് ആണ് നമ്മളെ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത്. അപ്പം അതിൽ നിന്ന് മുമ്പോട്ട് പോകാനായിട്ട് പറ്റി. ഞാൻ ചോദിച്ചത് ലുവല്ലയുടെ ജനനം എങ്ങനെയായിരുന്നു? ഇതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിൽ ഇത്തിരി പൈസ കൊണ്ട് ഇട്ടിട്ട് അതിൽ നിന്ന് ഒരാഴ്ച കൊണ്ട് എനിക്ക് ലാഭം കിട്ടുന്ന ഒരു സാഹചര്യം വന്നു. പിന്നെ ആ മേഖലയിൽ കുറേ കാലം പ്രവർത്തിച്ചു. അങ്ങനെ സ്വരുക്കൂട്ടിയ കുറച്ച് പൈസ, പിന്നെ അതുകൊണ്ട് പല സ്കൂളുകൾക്ക് വേണ്ടി വർക്ക് ചെയ്തു. ട്രെയിനിങ് മേഖലയിൽ കേരളം മുഴുവൻ യാത്ര ചെയ്തു, ക്ലാസ്സുകൾ എടുത്തു. അപ്പം അങ്ങനെ പല ജോലികൾ. ഇപ്പോൾ ആ ഒരു കാലഘട്ടത്തെ പറ്റി ഞാൻ ഓർക്കുകയാണെങ്കിൽ, സത്യം പറഞ്ഞാൽ ഉറങ്ങിക്കൊണ്ടിരുന്നത് 4 മണിക്കൂറൊക്കെ കിട്ടിയാൽ ഞാനിരുന്ന് മണിക്കൂറുകൾ കണക്ക് കൂട്ടാറുണ്ട്, എത്ര മണിക്കൂറെന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റിയെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങൾ കരഞ്ഞുറങ്ങുന്ന ഒരു കുറേ രാത്രികളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, സോളിഡായിട്ട് എന്തെങ്കിലും ഇല്ലാണ്ട് മുമ്പോട്ട് പോവുക പ്രാക്ടിക്കൽ അല്ല. ഒരു ജോലി കൊണ്ട് എനിക്ക് മുമ്പോട്ട് ഒരു തരത്തിലും പറ്റത്തില്ല, കാരണം പലിശ അടയ്ക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഓൺടർപ്രണർഷിപ്പിലേക്ക് വരുന്നത്. അപ്പം ഇന്റീരിയർ എന്നൊരു കോൺസെപ്റ്റിലേക്ക് ഞാൻ വരാനായിട്ടുള്ളൊരു കാരണം, പല മേഖലകൾ നോക്കി കേട്ടോ. ഈ പല മേഖലകൾ നോക്കിയിട്ട് ഇപ്പം എൻ്റെ ഒരു വീട് പണിതപ്പം ഞാൻ ചീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതെൻ്റെ വലിയൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഒരാളെയും ചീറ്റ് ചെയ്യാൻ പാടില്ല. ഓരോരുത്തരുടെയും ഒപ്പം നിന്ന് അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് നമ്മുടെ വർക്കായിട്ട് തന്നെ കണ്ടത് ചെയ്യണം എന്നുള്ളത് അതിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ടാണ് ഞാൻ പതുക്കെ ഇൻറ്റീരിയറിലേക്ക് വരിക. അപ്പോൾ അതിനെനിക്കൊരു ആശയം തന്നത് 2 ബ്രദേഴ്സ് തന്നെയാണ്. അവർ ഇൻറ്റീരിയർ ഡിസൈനിങ് മേഖലയിൽ നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ്. ഓൾവേസ് താങ്ക്ഫുൾ ടു ദാം. പിന്നെ അതിനുശേഷം ഞങ്ങൾ വനിതകൾ ഒരുമിച്ച് കൂടി. ലുവല്ല എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സ്ട്രോങ് വാരിയേഴ്സ് എന്നാണ്. എന്നെ സംബന്ധിച്ചും ഒരു യുദ്ധം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഒരു വീട് പണിയാൻ വരുന്നതും യുദ്ധം കഴിഞ്ഞിട്ടല്ലേ. ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചിട്ട് കുറച്ച് സ്വരുക്കൂട്ടിയിട്ട് ഒരു സ്വപ്നമാണ്, അതൊരു യുദ്ധത്തിന് ശേഷമാണ് ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് വരിക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ഓരോ ക്ലയൻസും വാരിയേഴ്സും. ആ വാരിയേഴ്സിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലും കൂടെ ലുവല്ല എന്ന് പറയുന്ന ഒരു വാക്കിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. എത്രത്തോളം വുമൻ എംപവർമെന്റിനെ പ്രോത്സാഹിപ്പിക്കുന്നു? ശരിക്കും ലുവല്ലയെ പറ്റി കേൾക്കുന്ന സമയത്തൊക്കെയും കൂടുതൽ സ്റ്റാഫുകളും വുമൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഇപ്പൊ മാറിയിട്ടുണ്ടോ എന്നറിയില്ല. ലെഡ് ബൈ വുമൻ, ഫൗണ്ടഡ് ബൈ വുമൻ എന്നുള്ള ഒരു ടാഗ് ലൈൻ തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് അല്ലേ? തളർന്നു പോകുന്ന ഒരുപാട് സ്ത്രീകൾക്കുള്ള പ്രചോദനമാണ് ആക്ച്വലി. എനിക്കിപ്പോൾ പലപ്പോഴും ഇപ്പം എൻ്റെ ഒരു സ്റ്റോറി കേട്ടിട്ടൊക്കെ ഒത്തിരി ലേഡീസ് എന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. പലപ്പോഴും ക്ലാസ്സുകൾക്ക് ശേഷം അവരുടെയൊക്കെ പേഴ്സണൽ സ്റ്റോറീസ്, അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാറുണ്ട്, പറയാറുണ്ട്. അപ്പം അത് കേട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അതൊക്കെ അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇപ്പം നമ്മൾ ഈ വുമൻ എംപവർമെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ഞാനൊരു ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്, വർഷങ്ങളായിട്ട് ഇത് തന്നെ കേൾക്കണത്. ഇതെന്താണ് ഈ ഒരു എംപവർമെന്റ് സംഭവിക്കണില്ലെന്ന്. ഇപ്പൊ നമ്മളൊരു ക്ലാസ് റൂമിലൊക്കെ ഇപ്പം പോയി കഴിഞ്ഞാൽ ആൺകുട്ടികളെ ഒതുങ്ങിയിരിക്കുന്നത്, പെൺകുട്ടികളാണ് കൂടുതലും മുമ്പോട്ട് വന്ന് നിൽക്കുന്നത്. നിങ്ങളൊക്കെ ഒരു സൈഡ് ലൈൻ ചെയ്യുന്ന കാലഘട്ടമാണ്. അപ്പോൾ പെൺകുട്ടികളാണ് ഇപ്പം മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഈ കോൺട്രവേഴ്സി ആകുമെന്ന് എനിക്കറിയില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു വിൻസി എന്ന് പറയുന്ന ചലച്ചിത്ര താരം പറഞ്ഞൊരു പരാതിന്മേൽ മാലാ പാർവതി പറഞ്ഞൊരു കമന്റ്, അവർ ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ്ങിനൊക്കെ ഇരയായിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇവർ പറഞ്ഞ കണ്ടന്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ആ കണ്ടന്റ് അവർ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്: ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്താൽ, മറ്റൊരു റിക്വയർമെന്റുമായിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്തു എന്ന് തോന്നിയാൽ അത് ഹാൻഡിൽ ചെയ്യുന്ന രീതിയെ പറ്റിയാണ് അവർ പറഞ്ഞത്. കുറെ ആൾക്കാരെ വിളിച്ചു കൂട്ടിയത് പ്രശ്നം ഉണ്ടാക്കാം, മറിച്ച് തന്നെ അത് ഹാൻഡിൽ ചെയ്യാം, അതാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷെ അവർ പറഞ്ഞ ടോൺ മാറിപ്പോയി. ഇപ്പം ഫോർ എക്സാമ്പിൾ, എന്നോട് ഒരാൾ പൈസ കടം ചോദിക്കുന്നു, കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ ഡിസിഷനാണ്. അപ്പം പൈസ കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന രീതി എങ്ങനെയാ? ചിലപ്പോൾ നമ്മൾ പറയും, എനിക്ക് സൗകര്യമില്ല നിനക്ക് തരാൻ, എനിക്ക് ഉണ്ടെങ്കിൽ തന്നെ നിനക്ക് ഞാൻ തരില്ല. പക്ഷെ അത് അവിടെ കട്ട് ഓഫ് ആയി, ആ ഒരു ബന്ധം അവിടെ കട്ട് ഓഫ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതേസമയം തന്നെ അത് എനിക്ക് സോറി കേട്ടോ, എനിക്ക് എന്തിനു താല്പര്യമില്ല എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്കെപ്പോഴും തോന്നുക, ഇപ്പം സ്ത്രീ ഈ എംപവർമെന്റിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ശരിക്കും നമ്മൾ എന്താണ് ചെയ്യുക എന്നുള്ളത്, നമ്മുടെ ഓരോ സിറ്റുവേഷൻസിനെയും തനിച്ച് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഓരോ സ്ത്രീയും പ്രാപ്തരാവണം. നോ പറയേണ്ടടുത്ത് നോ പറയുക, അത് ഭംഗിയോടുകൂടി നോ പറയാനായിട്ട് സാധിക്കണം. അപ്പോൾ
അല്ല ഈ ഒരു കാര്യം ചോദിച്ചോട്ടെ അതിനിടയിൽ, അതായത് ഇപ്പൊ ഈ സ്ത്രീകളോട് മിസ്ബിഹേവിയൻസ് നടത്തുന്നതും കടം ചോദിക്കുന്നതും ശരിക്കും അത് തമ്മിൽ താരതമ്യം ചെയ്യാൻ ഞാൻ പറ്റുന്ന അങ്ങനെയല്ല കേസാണ്. പറഞ്ഞത്, ഞാനത് ഹാൻഡിൽ ചെയ്യുന്ന രീതിയെ പറ്റിയാ പറഞ്ഞത്. അത് ഓക്കെ. രണ്ടും ഒരിക്കലും പക്ഷേ കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ അത് ഹാൻഡിൽ ചെയ്യുന്ന രീതിയെ പറ്റിയാ. ഇപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, വീക്കായ വ്യക്തികളെയാണ് മിസ്യൂസ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ സാധ്യതകൾ ഉണ്ടാവുക. കൂടുതൽ. നമ്മൾ വീക്കാണെന്ന് എന്തിനാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്? ഞാൻ സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്നതല്ല കേട്ടോ. മനസ്സിലായി. ചൂഷണം ചെയ്യപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. സ്ത്രീകളുണ്ട്. പക്ഷെ നമ്മൾ വീക്കാണ് എന്ന് എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ ഒരു പവറിൽ വിശ്വസിച്ചുകൊണ്ട് കോൺഫിഡന്റ് ആയിട്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കണം. ഉം. അതേസമയം ചൂഷണത്തിന് ഇരയാകുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുന്നില്ല. പല സാഹചര്യങ്ങൾ അതിന് കാരണമാണ്. പക്ഷേ ശബ്ദമുയർത്തുവാനായിട്ട്, പ്രതികരിക്കുവാനായിട്ട് അവർ തയ്യാറാകണം. How do you think about സംവരണം, സ്ത്രീ സംവരണം? സംവരണം ഈ ചില സെക്ടറുകളിൽ സംവരണം ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ചില മേഖലകളിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് സംവരണം വേണ്ടത് തന്നെയാണ്. കാരണം ഫൈറ്റ് ചെയ്ത് കയറി വരുവാനായിട്ടുള്ള സാഹചര്യമല്ല പ്രത്യേകിച്ച് ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റേത്, കേരള പൊളിറ്റിക്സിൻ്റേത്. അപ്പം അവിടെ സംവരണം ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനൊരു ചേഞ്ച് വരിക. പക്ഷെ അതേസമയം ഇപ്പം ഓൺട്രപ്രണർഷിപ്പിലേക്ക് കടന്നു വരും. എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത് ഒരു ഓൺട്രപ്രണർഷിപ്പിലാണ്. അതെ. ഒരു കുടുംബത്തെ എന്ത് ഭംഗിയായിട്ട് Handle ഹാൻഡിൽ it. ചെയ്യുന്നത് Exactly, നിങ്ങളെ കൊണ്ട് exactly. പറ്റുള്ളൂ. That's a valid point. ശരിയാണ്, ശരിയാണ്. നമ്മൾ ഒരു കുടുംബത്തിൽ എന്തൊക്കെയാണ് ചിലപ്പം ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നും ഡിവൈഡ് ചെയ്ത് ബജറ്റ് ഉണ്ടാക്കുന്നത് ഒരു ഫിനാൻസ് മിനിസ്റ്റർ സ്ത്രീകൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. തന്നെയാണ്. അതേസമയം കിച്ചണിലെ കാര്യങ്ങൾ നോക്കണം, മക്കളുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടിൽ മറ്റു ബന്ധുക്കളുടെ വീട്ടിൽ പോകുമ്പോൾ സമ്മാനം കൊടുക്കുന്ന കാര്യങ്ങൾ മുതൽ എല്ലാ കാര്യങ്ങളും ഒരു സ്ത്രീ ഇൻവോൾവ് ആണ്. അവിടുത്തെ സമാധാനം സൂക്ഷിക്കണം, സ്നേഹം ഉണ്ടാവണം, ഇതെല്ലാം ഉണ്ട്. ഇത് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന സ്ത്രീക്കാണ്. ഇത് തന്നെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട കുറേ മേഖലകളുണ്ട്. നമ്മൾ എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യണം, ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യണം, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യണം, അതിൽ വരുന്ന ചാലഞ്ചസിനെ ഫേസ് ചെയ്യണം. അപ്പം ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു ഒരു ഓൺട്രപ്രണർ ആയിട്ട് സ്ത്രീകൾക്ക് വിജയിക്കാൻ പറ്റും. ആ മേഖലയിൽ സംവരണം വേണമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് സപ്പോർട്ട് കൊടുക്കാം. ഓക്കെ, ഡെഫിനറ്റ്ലി സബ്സിഡീസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഡെഫിനറ്റ്ലി വേണം. ഞാൻ ഇതിനോട് ആഡ് ഓൺ ചെയ്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. മാമിന്റെ ഇന്റർവ്യൂസിലൊക്കെ കാണുന്ന സമയത്ത് തന്നെ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ് ഉണ്ട്. ശരിക്കും അത് ഇപ്പോഴത്തെ ജനറേഷനിലെ സ്ത്രീകൾക്ക് അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയില്ല. ഞാനത് ചോദിക്കാം. അതായത് ആദ്യത്തെ കുട്ടി ജനിച്ച സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ആ കുട്ടിക്ക് വേണ്ടി ഒരു പർട്ടിക്കുലർ പീരീഡ് ലീവ് എടുക്കുന്നു. അതിനുശേഷം ആ കുട്ടി പ്രായമായതിനു ശേഷം രണ്ടാമത്തെ കുട്ടി വരുമ്പോഴും ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ കുട്ടികൾ കൂടുതലും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒന്ന് നോ മാരേജ് കൺസെപ്റ്റാണ്. ആളുകൾ ഞങ്ങൾ വിവാഹം കഴിക്കുന്നില്ല, ഞങ്ങളുടെ കരിയർ അതുകൊണ്ട് മുടങ്ങുന്നു എന്നുള്ളത്. അവിടെയാണ് മാമിനെ പോലുള്ള ആളുകൾ വിവാഹം കഴിച്ചിട്ടും കുട്ടികൾക്ക് വേണ്ടി സമയം മാറ്റി വെച്ചിട്ടും ഇപ്പോൾ ഒരു ഇന്റർവ്യൂ തരുന്ന രീതിയിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. സോ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഉദാഹരണത്തിൽ ഇരിക്കെ ഈ കുട്ടികൾ എന്തുകൊണ്ടായിരിക്കും ഈ നോ മാരേജ് കൺസെപ്റ്റ് അല്ലെങ്കിൽ കല്യാണമേ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്? ശരിക്കും ഒരു കരിയറിന്റെ ബാരിയർ ആണ്. വിവാഹ ജീവിതത്തെ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തെ ഒരു ബാധ്യതയായിട്ട് കാണുന്ന ഒരു ട്രെൻഡിന്റെ റിഫ്ലക്ഷൻ ആണ് ഈ ഒരു തോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ഇപ്പം ലിവിങ് ടുഗെദർ മതി, അതിലൊരു കോൺട്രാക്റ്റിലേക്ക് പോകണ്ട, ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് മതി, അത് കഴിഞ്ഞിട്ട് പറ്റത്തില്ലേ, നോ പറഞ്ഞേക്കാം, ഒഴിവാക്കിയേക്കാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് കുട്ടികൾ വരിക. ഇപ്പം എനിക്ക് തോന്നുന്നത്, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വർക്ക് ലൈഫ് ബാലൻസിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണേ. ഒരു സ്ത്രീ, ഇതെൻ്റെ മാത്രം ഒരു ഒബ്സർവേഷൻ ആട്ടോ, ഒരു സ്ത്രീ എത്രയൊക്കെ ഉയരങ്ങളിലേക്ക് എത്തിയാലും ഏറ്റവും ബേസ് എന്ന് പറയുന്നത് അവരുടെ ഒരു സ്ത്രീത്വത്തിന്റെ ലക്ഷണങ്ങളാണ്. ക്ഷമ, സഹനം, ഇതൊക്കെയുള്ള ക്വാളിറ്റീസ് സ്ത്രീകൾക്കാണുള്ളത്. നിങ്ങളെ കഴിഞ്ഞ കൂടുതൽ ക്ഷമിക്കാൻ പറ്റുന്നത് ഞങ്ങൾക്കാണ്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റീസ്, സ്ത്രീത്വത്തിന്റെ സ്വതസിദ്ധമായ ഭാവങ്ങളെ എത്ര ഉയരങ്ങളിലേക്ക് എത്തിയാലും കൈവിടാതെ ഇരിക്കുക, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഫാമിലി ലൈഫ് എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ സൊസൈറ്റി ഇല്ല, സൊസൈറ്റി ഇല്ലെങ്കിൽ കൺട്രി, നമ്മുടെ രാജ്യമില്ല. അപ്പോൾ അതിന് പ്രയോറിറ്റി കൊടുത്ത് തന്നെ ഡെഫിനറ്റ്ലി നമുക്ക് മുമ്പോട്ട് പോകണം. ഒരു സ്ത്രീക്ക് ഉയരങ്ങളിൽ എത്തുവാനായിട്ട് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഒരിക്കലും ബാരിയർ അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സിംഗിൾ വുമൺ ആണ്. വീട്ടിലിപ്പോൾ എക്സാമ്പിൾ ചിലപ്പോൾ പാല് വരെ പോയി ചില സിറ്റുവേഷൻസിൽ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കണം. അതേ സമയത്തായിരിക്കും കമ്പനിയിൽ നിന്ന് ഒരു ക്ലയൻറ്റ് മീറ്റിങ്ങിനുള്ള കോൾ വരിക, ഈ സമയം അഡ്ജസ്റ്റ് ചെയ്യണം, അപ്പോഴായിരിക്കും വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നു എന്നും പറഞ്ഞ് അടുത്തൊരു കോൾ വരിക. ഇങ്ങനെ പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ ഇത് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ അന്ന് പഠിക്കണോ, അന്ന് ഈ രണ്ട് കാര്യം ഒരുപോലെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പം ഒരിക്കലും ഈ ഒരു ഫാമിലീസിൻ്റെ റെസ്പോൺസിബിലിറ്റീസിനെ ഭയത്തോടു കൂടി കാണേണ്ട ഒരു സാഹചര്യം ഒരിക്കലും ഇല്ല. ഓക്കെ. ഈ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം എപ്പോഴെങ്കിലും ഒരുപാട് യാതനകൾ, നമ്മളിപ്പോൾ സംസാരിച്ച പോലെ കുറേ കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും കൂടെ ഒരു പാർട്ട്ണർ ഇനി വേണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നിയിട്ടില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. ഒന്ന്, ഒരാളെ റീപ്ലേസ് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാര്യമാണ്. പിന്നെ ഇപ്പം ഒരു സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് എൻ്റെ മക്കളാണ്.
ഒരു സെക്കൻഡ് മാരേജ് ഒരിക്കലും ഒരു തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഡെഫിനറ്റ്ലി അത് പല സാഹചര്യങ്ങൾ കൊണ്ടും സെക്കൻഡ് മാരേജിലേക്ക് പോകുന്ന വ്യക്തികൾ ഒരു സെക്കൻഡ് ലൈഫ് കിട്ടുന്നത് അതൊരു ബ്ലെസ്സിങ് തന്നെയാണ്. അതൊരിക്കലും ഒരു അതെ അവരുടെ ഒരു പെർസ്പെക്റ്റീവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പോകാം എന്നുള്ളതാണ് നിലവിലുള്ള തീരുമാനം. ഞാനും മക്കളുമായിട്ടുള്ള ആ ഒരു ലോകത്തെയും ഞാനിപ്പം എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി അദ്ദേഹത്തിൻ്റെ മെമ്മറീസ് എപ്പോഴും കൂടെ ഉണ്ട്. അതുപോലെ പലപ്പോഴും പല ക്രൈസിസിൽ നിൽക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ആ ഒരു പർട്ടിക്കുലർ ക്രൈസിസിൽ ഉണ്ടാവുന്നുണ്ടെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതായിരിക്കില്ല, മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ മൂവാറ്റുപുഴയിലെ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറാണ്, അതേസമയം വേറൊരു പാർട്ട് കൗൺസിലർ കൂടിയാണ്. കുറേയധികം ട്രെയിനിങ് സെഷൻസുകളൊക്കെ എടുക്കുന്നുണ്ട്, പിന്നെ ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. എല്ലാം കൂടിയിട്ട് ഇത് എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഇച്ചിരി പാടാണ്, ഇച്ചിരി പാടാണ്. ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്നാണ് പറഞ്ഞ പോലെ വഴികൾ കണ്ടെത്തണം, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. ചിലപ്പോൾ രാവിലെ നേരം വെളുത്ത് നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത സമയത്തായിരിക്കാം വാർഡിലെ ആൾക്കാർ വീട്ടിലേക്ക് വരും. അപ്പോൾ ഞാൻ നോർമലി അവർ വീട്ടിലേക്ക് വരുമ്പം നമ്മുടെ വീട്ടിൽ ഒരാളായിട്ട് തന്നെ അങ്ങ് സംസാരിച്ച് നമ്മൾ ചെയ്യേണ്ടത് ആ കൂടെ തന്നെ അങ്ങ് ചെയ്തു പോയി അവരുടെ കാര്യങ്ങൾ പരിഗണിച്ച് പോവുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പം ഒരു പൊളിറ്റിക്കൽ ലെവലിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ മനസ്സിലാക്കുന്ന വ്യക്തികളാണ് എൻ്റെ ചുറ്റുമുള്ളത്. ഈവൻ എൻ്റെ വാർഡിലുള്ള ജനങ്ങളെന്ന് പറയുന്നത് പോലും എൻ്റെ സാഹചര്യം മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവരാണ്. അതുപോലെ അവരുടെ ഓരോരുത്തരുടെയും സാഹചര്യം മനസ്സിലാക്കാനായിട്ട് ഞാനും ശ്രമിക്കാറുണ്ട്. ഏത് മേഖലയിൽ നിന്നാലും നമ്മുടെ 100% ഔട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ഓൺട്രപ്രണർ ആണെന്നുണ്ടെങ്കിൽ 100% അതിലേക്ക് കൊടുക്കുക. എസ്പെഷ്യലി എൻ്റെ ഒരു ഇൻറ്റീരിയർ പ്രോജക്റ്റാണ്. ഞാൻ ഇമോഷണലി എല്ലായിടത്തും കണക്റ്റഡാണ്. എൻ്റെ ഓരോ ക്ലയൻറ്റുമായിട്ട് ഞാൻ കണക്റ്റഡ്, എൻ്റെ ഓരോ പ്രോജക്റ്റിലെ ഓരോ ഡിസൈനിലും ഞാൻ ഇമോഷണലി കണക്റ്റഡ് ആണ്. അപ്പോൾ അത് 100% ഔട്ട് കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. പിന്നെന്നുള്ളത് നമ്മുടെ ഒരു ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പോവുക. ഇപ്പം ലേസർ ടൈം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ബാലൻസ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. എത്ര സമയം ഇപ്പോൾ ഉറങ്ങുന്നുണ്ട്? ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം ഉറങ്ങുന്നുണ്ട്. ഉറക്കമില്ലാത്ത കുറേ അധികം വർഷങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. ഇപ്പം അദ്ദേഹം മരിച്ചതിന് ശേഷം ഞാൻ ഇപ്പം ഈ പറഞ്ഞതുപോലെ ആദ്യം ഒരു 2 ലക്ഷം രൂപയും കൊണ്ട് ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരാഴ്ചയും കൊണ്ട് അത് വിറ്റ് അതിൽ മാർജിൻ കിട്ടി, അത് അടുത്തടുത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, ഒന്നുമില്ലായ്മയിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ വന്ന സമയത്തൊക്കെ സ്കൂളിൽ അന്ന് ജോലി ചെയ്യുന്നു, റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഇടയിൽ കേരളം ഇന്റർനാഷണൽ അവിടെ ജോലി ചെയ്തുകൊണ്ട് തന്നെ കേരളം മുഴുവൻ യാത്ര ചെയ്ത് ക്ലാസ്സുകൾ എടുക്കുന്നു. പിന്നെ മറ്റു ചില സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യുന്നു, അഫിലിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അസിസ്റ്റ് ചെയ്യുന്നു, അവരുടെ ഡോക്യുമെന്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അസിസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് രാത്രിയിൽ ഉറങ്ങുന്നത് ഒരു 4 മണിക്കൂറൊക്കെ ഞാൻ എണ്ണിയിട്ടുണ്ട്. അപ്പം അത്രയും ഉറങ്ങണേ, രാവിലെ വീണ്ടും കറക്റ്റ് രാവിലെ എണീക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. മോനൊന്ന് തീരെ കുഞ്ഞാവും, 1 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, മോള് 3.5 വയസ്സ്. അപ്പോൾ ആ ഒരു പ്രായം അറിയാമല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ ഒരു ബ്ലെസ്സിങ് എന്ന് വെച്ചാൽ ഇവർ കുഞ്ഞിനായതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി എൻഗേജ്ഡാണ്. അവരുടെ ആ ഒരു ലോകത്തങ്ങ് പോവുമായിരുന്നു. അങ്ങനെ അത് ബാലൻസ് ചെയ്ത് അന്നൊക്കെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പം കുറച്ചുകൂടി ഞാൻ ഉറങ്ങാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം നമ്മളെ സ്നേഹിച്ചാലേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. ഇപ്പം നമ്മുടെ കുടുംബത്തിലായാലും ഇപ്പം നമ്മുടെ പ്രൊഫഷണലായാലും ഏത് മേഖലകളിലാണെങ്കിലും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിലും കൂടെ കുറച്ച് ശ്രദ്ധ കൊടുക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് മാക്സിമം ഉറങ്ങാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ. സോ 2020 ലുവല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പോൾ 5 വർഷം കഴിയുന്നു അല്ലേ? മൂവാറ്റുപുഴയിൽ ആദ്യമായി ഇലക്ഷൻ നിൽക്കുന്ന സമയത്തും ഒന്നും അറിയില്ലെങ്കിലും പറഞ്ഞിരുന്നൊരു കാര്യമാണ് നമ്മളായി തന്നെ പ്രസന്റ് ചെയ്യുക എന്നുള്ളത്. ഇത് ശരിക്കും ലുവല്ലയിലും ഇതുപോലെ തന്നെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ ഒരു 5 വർഷത്തെ ഈ ഒരു വളർച്ചയുണ്ടല്ലോ, അതായത് 2020 സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ശേഷം ഇപ്പം 5 വർഷമായി. അപ്പോൾ ഈ 5 വർഷത്തിനിടയിൽ നമ്മളോട് വരുന്ന ക്ലയൻസിനോട് നമ്മൾ പറയുന്ന നമ്മുടെ ഒരു യുണീക്നെസ് എന്താണ്? ലുവല്ലയുടെ മറ്റ് ഒരുപാട് ഇന്റീരിയർ ഡിസൈൻ കമ്പനീസ് ഉണ്ട്, ഫ്രീലാൻസേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ദെൻ വൈ ലുവല്ല എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ അഡ്രസ് ചെയ്യുക? ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ കേരളത്തിലെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ഇൻറ്റീരിയർ കമ്പനികളുടെ ഫാക്ടറികളിൽ പലപ്പോഴും അവരുടെ എംപ്ലോയീസിന് പോലും, അവിടെ അലോട്ട് ചെയ്യപ്പെടാത്ത എംപ്ലോയീസിന് പോലും എൻട്രി ഉണ്ടാവില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫാക്ടറിയിൽ ആർക്ക് വേണമെങ്കിലും വാക്കിൻ ചെയ്യാം, അവിടുത്തെ പ്രോസസ്സ് എന്താണെന്ന് കണ്ട് മനസ്സിലാക്കാം. നമ്മുടെ ഒരു ക്ലയൻറ്റിന് നമ്മളൊരു ടൈം അലോട്ട് ചെയ്ത് കൊടുക്കും, ഇന്ന സമയത്ത് പ്രൊഡക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു അപ്പോയിൻമെൻറ്റിൻ്റെ ആവശ്യമില്ല. ക്ലയൻറ്റിന് എപ്പം വേണമെങ്കിലും ഫാക്ടറിയിലേക്ക് നേരിട്ട് വരാം, അവരുടെ കൺസേൺ പേഴ്സണെ കോൺടാക്ട് ചെയ്യാം, ഒരു ഇൻറ്റിമേഷനും വേണ്ട. അപ്പോൾ അതൊരു ട്രാൻസ്പെറൻസിയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ ആദ്യം ചെയ്ത വർക്കിൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി ചെയ്തപ്പോൾ അതിൽ എനിക്ക് 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ വന്നപ്പോൾ എനിക്കുണ്ടായ ഒരു വിഷമമുണ്ട്. ഈ ഒരു വിഷമം ഒരു ക്ലയൻറ്റിനും ഉണ്ടാവരുത്. അപ്പോൾ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് തന്നെ.
ലെവൽ ഈസ് കംപ്ലീറ്റ് ഇന്റീരിയർ സൊല്യൂഷൻ റൈറ്റ് യെസ് യെസ് അല്ലേ? അതെ എല്ലാ രീതിയിലും അതിന്റെ എല്ലാ രീതിയിലും ഫർണിച്ചർ ആണെങ്കിലും മൊത്തത്തിൽ അതെ നമ്മൾ നമ്മൾ എല്ലാ രീതിയിലും ചെയ്യുന്നുണ്ട്. ടേൺകീ പ്രോജക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പം ചില പ്രോജക്റ്റുകളൊക്കെ നമ്മൾ അവരവരുടെ ഡ്രസ്സുമായിട്ട് ജസ്റ്റ് വാക്കിൻ ചെയ്താൽ മതി. നമ്മൾ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് ബെഡ്ഷീറ്റ് വരെ വിരിച്ചിട്ട് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കംപ്ലീറ്റ്ലി ഡെക്കർ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നതുമുണ്ട്. ഇനി ചില ക്ലയൻസിന് അതൊന്നും ആവശ്യം ഉണ്ടാവില്ല, അല്ലാതെ ഫർണിച്ചേഴ്സ് മാത്രം ചെയ്താൽ മതി, അത് അങ്ങനെയും ചെയ്യും. ഡിസൈൻ മാത്രമായിട്ട് കൊടുക്കുന്നുണ്ട്. ഡിസൈൻ മാത്രമായിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇംപ്ലിമെന്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഫർണിഷിങ് മാത്രമായിട്ട്, അതായത് ബാക്കി ഡെക്കർ അങ്ങനത്തെ ഐറ്റംസ് ഇല്ലാണ്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരി. ഇപ്പോൾ സാധാരണ നാട്ടുംപുറങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു വീട് വെക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നു, അയാൾ ഒരു കോൺട്രാക്ടർ സമീപിക്കുന്നു, കോൺട്രാക്ടർ ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ റൂം ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറയുന്നതിന് ബേസ് ഇന്റീരിയർ ഡിസൈൻ ആണ്. പക്ഷെ അവർക്ക് അത് ഇന്റീരിയർ ഡിസൈൻ ആണെന്ന് അറിയുന്നുണ്ടാവില്ല. അവരത് കോൺട്രാക്ടറോടായിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷെ ഇത് കോൺട്രാക്ടർ ചെയ്തു വരുമ്പോഴേക്കും ഇവരുടെ സങ്കല്പത്തിലുള്ള ഒരു സംഭവം ആവില്ല. ഇത് ശരിക്കും ഒരു ഇന്റീരിയർ ഡിസൈൻ ഇടപെടേണ്ട, അല്ലെങ്കിൽ ഒരു ഇന്റീരിയർ ഡിസൈനറുടെ ഒരു പ്രസൻസ് ഒരു പ്രൊജക്ടിന്റെ ഏത് സമയം മുതൽ ആവശ്യമാണ്? ഓക്കെ, ഇത് നല്ല ചോദ്യമാണ് കേട്ടോ. പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന ചില ക്ലയൻസ് ഒക്കെ ഒരു സിവിൽ സ്ട്രക്ചർ ഒക്കെ കഴിഞ്ഞിട്ട്, സിവിലിന്റെ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ട്, ഇലക്ട്രിക്കൽ വർക്ക് കൂടെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വരിക. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ ഇന്റീരിയർ പ്ലാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വീട് വെച്ച് എന്ന് നമ്മൾ വീടിനെ പറ്റി സ്വപ്നം കാണുന്നു അന്ന് മുതൽ തന്നെ നമ്മൾ പ്രോപ്പറായിട്ടും ഇൻറ്റീരിയറിനെ പറ്റി കൂടി അതിലേക്ക് ഇൻവോൾവ് ചെയ്യണം, ആ ഒരു ഡ്രീമിലേക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പം ഒന്ന് നമുക്ക് ബഡ്ജറ്റ് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് സെക്കൻഡ്ലി, ഈ പറയുന്ന സിവിൽ വർക്ക് കഴിഞ്ഞിട്ടാണ് ഇൻറ്റീരിയറിനെ പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ ഡിസൈൻ ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് കൂടാതെ കൊണ്ട് തന്നെ പ്ലംബിങ്, ഇലക്ട്രിക്കൽ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും. പ്രോപ്പറായിട്ടുള്ള സ്പേസ് യൂട്ടിലൈസേഷൻ അവിടെ നടക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പൈസ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് നേരത്തെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ അതനുസരിച്ച് ഇലക്ട്രിക്കൽ നമുക്ക് ചെയ്യാം, പ്ലംബിങ് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഇന്റീരിയറിനെ പറ്റി പ്ലാൻ ചെയ്യേണ്ടത് എപ്പോഴാണോ നിങ്ങൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നത് അന്ന് മുതൽ തന്നെ ഇതിനെപ്പറ്റി പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന ഒത്തിരി ക്ലയൻസ് ഉണ്ട് കേട്ടോ, വെൽ പ്ലാൻഡ് ആയിട്ട് വരുന്ന ക്ലയൻസ് ഉണ്ട്. ഇപ്പൊ അതിന്റെ എണ്ണം കൂടി ആൾക്കാർക്ക് മനസ്സിലായി. അതായത് നമ്മളൊരു സിവിൽ എഞ്ചിനീയറെ കാണുന്ന അതേ ദിവസം തന്നെ മാക്സിമം നമ്മൾ ഇന്റീരിയർ കമ്പനി. ഓക്കെ, അതുപോലെ ഒരു സംശയമാണ്, ഫ്രീലാൻസ് ആയിട്ട് ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് കസിൻസ് ഉള്ള ആളുകളുണ്ടാവും, ഫ്രണ്ട്സ് ഉള്ള ആളുകളുണ്ടാവും. ദെൻ ഒരു ഫ്രീലാൻസ് ഇന്റീരിയർ ഡിസൈനിനേക്കാൾ ഒരു കമ്പനിക്ക് നമ്മൾ വർക്ക് കൊടുക്കുമ്പോഴുള്ള മെറിറ്റ്സ് അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു കമ്പാരിസൺ എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഫ്റ്റർ സർവീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, എസ്പെഷ്യലി വെൻ ഇറ്റ്സ് കം ടു ഇന്റീരിയർ. ഇപ്പോൾ ഈ ഒരു ആഫ്റ്റർ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മളിത് ഡോക്യുമെന്റഡ് ആയിട്ട് തന്നെ ഇത്ര കോൺട്രാക്റ്റാണ് വെക്കുന്നത്, ഇത്ര കാലഘട്ടത്തിലേക്ക് നമ്മൾ ആഫ്റ്റർ സർവീസ് ഉണ്ടെന്നുള്ളത്. പിന്നെ ഒരു കമ്പനി ആകുമ്പോൾ ഏത് സമയത്തും അവരെ അസിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആളുകളുണ്ട്. ചിലരൊക്കെ വിചാരിക്കും നമ്മുടെ വീടിനടുത്തുള്ള ഒരാളെ വിളിച്ച് ഇന്റീരിയർ, ഞാൻ അവരുടെ തൊഴിൽ കളയാൻ വേണ്ടി പറയണല്ല കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യിക്കുമ്പോൾ ഉള്ള പ്രശ്നം, ഒരുപക്ഷെ അയാൾ വേറൊരു മേഖലയിലേക്ക് തിരിഞ്ഞു പോയെന്നിരിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ അയാൾ അവിടുന്ന് മൂവ് ചെയ്തെന്നിരിക്കാം. അങ്ങനെ പല സാഹചര്യങ്ങളും, മറ്റു തിരക്കുകളായിരിക്കാം, റെസ്പോൺസിബിൾ അല്ല, ചെയ്തു കൊടുക്കാന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല, അങ്ങനെ ഒരു കോൺട്രാക്റ്റും ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. ഇപ്പൊ ഒരു കിച്ചന്റെ ഒരു ഹിഞ്ചസ് ഇളകി പോയാൽ പോലും അത് ഭയങ്കര പ്രശ്നമാണ്, ഹാൻഡിൽ ചെയ്യാൻ പാടാണ്. അത് ചെയ്യണം, അതൊരു നിസ്സാരമായിട്ടുള്ള കാര്യം. അത് ചെയ്യണമെങ്കിൽ പോലും ഞങ്ങൾ റെസ്പോൺസിബിൾ ആണ്, കമ്പനി ആകുമ്പോൾ. എത്ര വർഷമാണ് നമ്മളൊരു സർവീസ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ 5 years സർവീസ് വാറണ്ടി, ഫോർ 10 years അവരുടെ ഒരു ചില കോൺട്രാക്ട് ബേസിസിൽ 10 years കൊടുക്കാറുണ്ട്. ഒരു സെപ്പറേറ്റ് എമൗണ്ട് പേയ്മെന്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ പിന്നെയും കുറേ അധികം ഡൗട്ട്സ് ഉണ്ട്. സാധാരണക്കാരായ ആൾക്കാർക്ക് ഇന്റീരിയർ ഡിസൈൻ ചെയ്യണോ വേണ്ടേ, അല്ലെങ്കിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, കുറച്ച് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ചോദിക്കാം. മെയിനായിട്ട് ഒരു വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആളുകൾ സ്വന്തമായി ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കും. ചില ആളുകൾ പറയും എനിക്ക് അവിടെ ഒരു കബോർഡ് വേണം, അല്ലെങ്കിൽ എനിക്ക് ഇവരൊരു പ്ലാന്റ് വേണം എന്നൊക്കെ പറയാറുണ്ട്. അവരുടെ ആഗ്രഹമാണ് പറയുന്നത്. അങ്ങനെ അവർ സ്വന്തമായിട്ട് ചെയ്യുകയും അത് കോൺട്രാക്ടറോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയും ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ റെഫർ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ്. അപ്പൊ ഇത് കണ്ടിട്ട് പലരും ഇപ്പൊ പിൻട്രസ്റ്റിൽ നിന്ന് ഡിസൈൻസ് എടുത്തിട്ടൊക്കെ അത് വെച്ചിട്ട് അത് അപ്ലൈ ചെയ്യാൻ നോക്കും. പക്ഷെ ആക്ച്വലി ഈ ഒരു ഇന്റീരിയർ വെതറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ അവരുടെ റിക്വയർമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം ചെയ്യേണ്ടത്. അപ്പം ചിലപ്പം സ്റ്റോറേജിനായിരിക്കാം പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ചിലപ്പോൾ അവരുടെ സ്പേസ് കുറവായിരിക്കാം, അവരെയായിരിക്കാം ഇവർ വലിയൊരു ഡിസൈൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വാൾ ഡിസൈന് വലിയ കളർ, വലിയ ഷെയ്ഡ്സ് കൊടുത്തിട്ട്, ഒരു ഭയങ്കര ഡാർക്ക് ഷെയ്ഡ്സ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ വലിയൊരു ഡെക്കർ കൊടുത്തിട്ടോ ഒക്കെ ചില വോൾസ് ചെയ്യുമ്പോൾ സ്പേസ് കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും അതിനെ സ്പേസ് കുറവുള്ള ഒരു ഫീലിലേക്ക് കൊണ്ടുവരും. നമ്മൾ കണ്ട സാധനം അവിടെ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കണ്ട ഭംഗി കിട്ടില്ല, ചിലപ്പോൾ ഉപയോഗത്തിലും അത് പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഒരു എക്സ്പേർട്ടിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം, സ്വന്തമായിട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല,
പക്ഷേ ഒരു കൺസൾട്ടേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവണം. Okay. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു മേഖല ഇന്റീരിയർ ആണ്. Okay. ഏറ്റവും കൂടുതൽ ഞാൻ പറയാൻ പാടില്ലാത്തതാണ്, ഏറ്റവും കൂടുതൽ മാർജിനുള്ള ഒരു മേഖലയും കൂടിയാണ് ഇന്റീരിയർ. Okay. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഈ മെറ്റീരിയൽസ് പല ഗ്രേഡിലുള്ള മെറ്റീരിയൽസ്, അതെ. ഇപ്പം പ്ലൈവുഡ് ആണെന്ന് പറഞ്ഞാൽ തന്നെ കോമൺ ആയിട്ട് ആൾക്കാർക്ക് പറയാൻ പറ്റുക അല്ലെങ്കിൽ 710 അല്ലെങ്കിൽ 302 2 കാറ്റഗറിയിലുള്ള പ്ലൈ. പക്ഷെ ഇതിൽ തന്നെ ഒരുപാട് ഗ്രേഡ്സ് ഉണ്ട്, ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഇത് സാധാരണക്കാർക്ക് അറിയില്ല. ഇത് സാധാരണക്കാർക്ക് അറിയില്ല. ഇതിൽ റേറ്റ് രാവും പകലും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും റേറ്റിന്, അതനുസരിച്ച് ക്വാളിറ്റി മാറും. അപ്പൊ ഇതൊന്നും അറിയാതെ കണ്ട് ഇതിനെപ്പറ്റി പഠനം നടത്താതെ കണ്ട് ചെയ്യുമ്പോൾ ഒരു വർഷമൊക്കെ ആയിരിക്കും ഇതിന് ആയുസ് ഉണ്ടാവും. പെട്ടെന്ന് പ്രശ്നം വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ കബളിപ്പിക്കപ്പെടാതിരിക്കുവാനായിട്ടും ഒരു എക്സ്പേർട്ടിന്റെ സഹായം ഡെഫിനറ്റ്ലി എടുക്കേണ്ടതാണ്. പിന്നെ അതുപോലെ ഇനി ഇൻസ്റ്റലേഷൻ സ്റ്റേജിലാണെങ്കിൽ കൂടിയും അത് ചെയ്യുന്ന പല മെത്തേഡ്സ് ഉണ്ട്, അതും ഒരു എക്സ്പേർട്ടിനായിരിക്കും ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലയൻസിന് കൊടുക്കുന്ന പ്രപ്പോസൽസിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി അതുപോലെ കമ്പനിയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയാണത്? നമ്മൾ കൊടുക്കുന്ന എസ്റ്റിമേഷനിൽ കൃത്യമായിട്ടുള്ള സ്പെസിഫിക്കേഷൻ ബ്രാൻഡ് ഉൾപ്പെടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാറുണ്ട്. എല്ലാ കമ്പനികളൊക്കെ കൊടുക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല, പക്ഷെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് അതേ മെറ്റീരിയൽ തന്നെ അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഓരോ ക്ലയന്റിനെയും ഓരോ മെറ്റീരിയലിനെ പറ്റി നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്യും. അടുത്ത ആളുകൾ മെയിനായിട്ട് ചോദിക്കുന്നൊരു സംശയമുണ്ട്, ഒരു സംഭവം റീഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്? അതായത് നമുക്ക് ഓൾറെഡി ഒരു വീടുണ്ട്, ആ വീട്ടിൽ നമുക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ നമ്മൾ എന്തെങ്കിലും പർട്ടിക്കുലർ ശ്രദ്ധിക്കുന്നുണ്ടോ അങ്ങനെ ചെയ്യാൻ നേരത്ത് റീഡിസൈൻ ചെയ്യുമ്പോൾ? റീഡിസൈൻ ചെയ്യുന്നതിന് ഒരു റീസൺ ഉണ്ടാവുമല്ലോ, അതെന്താണെന്നുള്ളത് പ്രയോറിറ്റൈസ് ചെയ്യുക, അത് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കുക. അതാണ് ചിലര് നോക്കുന്നത് ഒരു വാർഡ്രോബ് 2 ഡോർ ഉള്ളത് ചിലപ്പോൾ അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് വലിയ വാർഡ്രോബോട് കൂടി സ്റ്റോറേജ് ആയിരിക്കും അവരുടെ ഇന്റൻഷൻ എന്ന് പറയുക. അപ്പോൾ അത് സ്റ്റോറേജിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അതിനൊത്ത് ഡിസൈൻസ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ റീഡിസൈൻ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ചിലപ്പോൾ ഇലക്ട്രിക്കൽ പോയിന്റ്സ്, പ്ലംബിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റി ചെയ്യാനുള്ളത് കൃത്യമായി പ്ലാൻ ചെയ്യുക. ഓക്കെ, ഫർണിച്ചർ പ്ലേസ്മെന്റ് ഒരു റൂമിനെ ബിഗ്ഗർ ആക്കി കാണിക്കുന്നതിൽ അല്ലെങ്കിൽ ബെറ്റർ ആക്കി കാണിക്കുന്നതിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളൊരു ചെറിയ റൂമിൽ കൊണ്ടുവന്ന് വലിയ ലാർജ് സൈസിലുള്ള ഫർണിച്ചേഴ്സ് പ്ലേസ് ചെയ്യുമ്പോൾ ആ റൂമിനെ വീണ്ടും ചെറുതാക്കുകയാണ്. പിന്നെ നമുക്കതിൻ്റെ യൂസേജിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അപ്പോൾ ആ സ്പേസിനനുസരിച്ച് വേണം നമ്മൾ ഫർണിച്ചർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ചെറിയ റൂമാണ്, പക്ഷെ അത് കുറച്ചുകൂടി വലുതാക്കി കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എങ്ങനെ അത് റീഡിസൈൻ ചെയ്യും? നമുക്ക് ലൈറ്റ് ഷെയ്ഡ്സ് പ്രിഫർ ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ, അതാണ് ഏറ്റവും കൂടുതൽ ഒരു ലാർജ് ആയിട്ട് ഫീൽ ചെയ്യുക. പിന്നെ ലൈറ്റിങ്ങിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ഫർണിച്ചേഴ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ സൈസിനനുസരിച്ചിട്ടുള്ള ഫർണിച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ലൈറ്റിങ്ങിനാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത്. അതായത് നാച്ചുറൽ ലൈറ്റ്സും അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലൈറ്റ്സ് ആണെങ്കിലും അത് ശ്രദ്ധിച്ച് ചെയ്യുക. ഈ വാൾ കളേഴ്സ് ഇപ്പോൾ മാം നേരത്തെ പറഞ്ഞ പോലെ ഡാർക്ക് കളേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടി ചെറുതായി കാണും, അപ്പോൾ അത് എത്രത്തോളം എന്ത് തരം കളേഴ്സ് ആണ് കുറച്ചുകൂടി ബെറ്റർ ആവുക? ഇപ്പൊ 2025 ഇപ്പൊ ഒരു ട്രെൻഡ് ആയിട്ട് വന്നേക്കുന്നത് ബോൾഡ് വാം ഷെയ്ഡ്സ് ആണ്. ഇപ്പൊ ടെറാക്കോട്ട, ഒലിവ് ഗ്രീന്, ഡീപ് ന്യൂട്രൽ ഷെയ്ഡ്സിനൊക്കെയാണ് ഇപ്പൊ ഒരു ട്രെൻഡ് വന്നേക്കണേ. ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ തന്നെ ഗ്രേ ഒരു ഭയങ്കരമായിട്ട് കത്തി നിന്ന ഒരു സമയം. ഓരോ വർഷം ഇങ്ങനെ ട്രെൻഡ് മാറി മാറി വരികയാണ്. ഈ എ എന്ന് പറയുന്ന ഒരു ഫാക്ടർ വലുതാണല്ലോ, എല്ലാ മേഖലയിലും എ വരുന്നുണ്ട്. അപ്പൊ ഇവിടെയും ഇപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ വാർത്തയിലൊക്കെ ഉൾപ്പെടെ കണ്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു, നമ്മുടെ റൂമിൽ ഒരു ഫോട്ടോ എടുക്കുന്നു, അത് എക്ക് കൊടുക്കുന്നു, അത് ഡിസൈൻ ചെയ്ത് തരുന്നു, ഇത് ഏതെങ്കിലും ഒരു കോൺട്രാക്ടർ കൊടുത്തിട്ട് ചെയ്യിക്കുന്നു. ശരിക്കും ഇത് ആസ് എ ബിസിനസ് വുമൻ അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ എന്നുള്ളത് ഇത് ഏതെങ്കിലും തരത്തിൽ എഫക്ട് ചെയ്യാറുണ്ടോ നമ്മുടെ ബിസിനസ്സിനെയോ രീതിയോ? അതൊരു കോമ്പറ്റീഷൻ ആയിട്ട് വരാറുണ്ടോ? ഇതിൻ്റെ അകത്തും എയ്ക്കും ലിമിറ്റേഷൻസ് ഉണ്ട് ടെക്നിക്കുകളിൽ അപ്ലൈ ചെയ്യുന്നതിൽ. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ജിയോഗ്രഫിക്കലായിട്ടുള്ള വ്യത്യാസങ്ങൾ, വെതർ, അങ്ങനെ തുടങ്ങിയതൊക്കെ ഇതിൻ്റെ ഫാക്ടേഴ്സാണ്. നമ്മുടെ റിക്വയർമെൻറ്റ്സ് ഇതെല്ലാം തന്നെ എയ്ക്ക് ക്യാച്ച് ചെയ്ത് എടുക്കണം എന്നില്ല. ഇനി അത് പ്രൊവൈഡ് ചെയ്യുന്ന ഡിസൈൻസിന് ഒരുപക്ഷെ നമുക്ക് അവിടെ അത് ആപ്ലിക്കബിൾ ആവണം എന്നില്ല. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഒരു എക്സ്പേർട്ടിന്, വിസിബിൾ ആയിട്ടുള്ള ഒരു എക്സ്പേർട്ടിനാണ് ചെയ്യാൻ പറ്റുക. ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇത് എത്രയൊക്കെ മുമ്പോട്ട് പോയി എന്ന് പറഞ്ഞാലും ഇത് തിരിച്ചിങ്ങോട്ട് തന്നെ വരുമെന്നുള്ള 100%. അതെപ്പോഴും മുന്നിട്ട് തന്നെ നിൽക്കും. പക്ഷെ എക്ക് ഡെഫിനറ്റ്ലി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. പെട്ടെന്നൊരു നമ്മളൊക്കെ 3D ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കും ഒരു വ്യൂ ചെയ്യാൻ. ഇപ്പൊ ഒരു കിച്ചണ് തന്നെ എത്ര വ്യൂ ഔട്ട് ആവണം. അതിൽ ഒരു വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്കഷന് വേണ്ടി സമയം എടുക്കുന്നു, പിന്നെ അത് ഡിസൈൻ ചെയ്യാനായിട്ട് സമയം എടുക്കുന്നു. പിന്നെ അത്രയും മണിക്കൂറുകൾ എടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണത്. അത് നമ്മൾ ഡീറ്റെയിലിംഗ് ആണ് അതിലേക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഓരോ മൈക്രോ മൈന്യൂട്ട് പോയിന്റ് വരെ നമ്മൾ ശ്രദ്ധ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇത് ഫ്രാക്ഷൻ ഓഫ് മൊമെന്റിൽ അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങോട്ട്
അതെ. അതുപോലെ തന്നെ മെയിൻ ആണ് ഒരു ക്ലൈന്റ് മാനേജ്മെന്റ് എന്നൊരു കമ്പനിയെ സംബന്ധിച്ച് ക്ലയൻസ് ആണ് അവരുടെ എന്താ പറയാ കൈൻഡ് ഓഫ് ഗോ എന്ന് പറയാം. അപ്പോൾ നമുക്ക് അവരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു വിധമുണ്ട്. അപ്പോൾ നമുക്ക് മുമ്പിലേക്ക് വരുന്ന എൻക്വയറീസിനെ നമ്മൾ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻക്വയറീസ് വന്നത് മുതൽ അതൊരു പ്രൊജക്റ്റായി അതിന്റെ വർക്ക് ഫിനിഷ് ചെയ്യുന്ന വരെയുള്ള ഒരു കാര്യങ്ങൾ ചുരുക്കി പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു കമ്പനി പ്രോസസ് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുമല്ലോ. അറ്റ്ലീസ്റ്റ് നമ്മളെ സമീപിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവരെ ഡീൽ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അത് ഫിനിഷ് ചെയ്യുന്നതെന്നും. ഈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കംപ്ലീഷൻ വരെ അല്ല കേട്ടോ, ആ. അത് കഴിഞ്ഞുണ്ട്. നമ്മളെ വാറന്റി അതെ, സർവീസിനെ നമുക്ക് സർവീസ് മാത്രമല്ല അവരുമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ കമ്പനി തുടങ്ങിയ സമയത്തൊക്കെ ചില കൺഫ്യൂഷൻസ് ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചില ക്ലയൻസിനൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി അവരോട് അത് സംസാരിച്ച് ക്ലിയർ ചെയ്തത്. പക്ഷെ ഇപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും വരാനായിട്ട് സാധ്യതയേ ഇല്ല. നമ്മൾ അത്രയും ശ്രദ്ധ ചെലുത്തിയാണ് ഓരോ പ്രോജക്റ്റും ചെയ്യുക. അപ്പോൾ ഓരോ ക്ലയൻറ്റിനെയും ഞാൻ പേഴ്സണലി കാണുന്നത് എന്നെ തന്നെ ആയിട്ടാണ്. ഞാൻ ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ അതുപോലെയാണ് ഓരോ ക്ലയന്റിനെയും നമ്മൾ കാണുക എന്നുള്ളത്. ഓരോ ലുവല്ലയുടെ ഓരോ പ്രോജക്റ്റും അതിൻ്റെ പേഴ്സണൽ പ്രോജക്ട്സ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളതിനെ സമീപിക്കുന്നത്. ആ ഒരു അപ്രോച്ചോട് കൂടി തന്നെയാണ് 100% എഫേർട്ട് ഇടും. നമ്മുടെ ഓരോ എംപ്ലോയീസും അവർക്ക് കൃത്യമായിട്ട് അതറിയാം എന്താണ് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളത്. അത് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഡിഫറെന്റ് കാറ്റഗറീസ് ഉള്ള ക്ലയൻസ് വരാറുണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ടാവും, ബേസിക് ഐഡിയ ഉള്ളവരുണ്ടാവും, ഒന്നും അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ ഇവരെ ഫ്രീ ആയിട്ടൊക്കെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാറുണ്ടാവും. ഐ മീൻ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവർക്ക് ഒരു ഐഡിയ ഇല്ലാന്ന് മനസ്സിലായാൽ നമ്മൾ എങ്ങനെയാണ്? ഡെഫിനറ്റ്ലി നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു അവയർനെസ് നമ്മൾ കൊടുക്കാറുണ്ട്. കൺസൾട്ടേഷൻ 100% നമുക്ക് ഫ്രീ ആണ്. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഓഫീസിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നത് ഫ്രീ ആണ്. നേരിട്ട് വാക്കിൻ ആയിട്ട് വരുന്ന ക്ലയൻസ് ഉണ്ട്, അതിൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ ക്ലയൻസ് പല തരത്തിലുള്ള ക്ലയൻസ് ഉണ്ട്. ഇപ്പോൾ ഈ കൂടുതൽ ആൾക്കാരും യൂട്യൂബൊക്കെ നോക്കി ഇങ്ങനെ റെഫർ ചെയ്ത് പല കാര്യങ്ങളും പഠിച്ചിട്ടായിരിക്കാം വരിക. പക്ഷെ അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിനെ പറ്റി അവർ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇവരെ നമ്മൾ കൺവിൻസ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് നമ്മൾ കൺവിൻസ് ചെയ്ത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അവരുടെ ക്രിയേറ്റിവിറ്റി നമ്മുടെ ക്രിയേറ്റിവിറ്റിയും കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇപ്പം ചില ക്ലയൻസ് ഉണ്ട് നമ്മൾ 100% ഫ്രീ ആയിട്ട്. ഇപ്പം അങ്ങനത്തെ ക്ലയൻസിന്റെ എണ്ണം കൂടി കേട്ടോ. 100% നിങ്ങൾ നോക്കിക്കോ, ഞാൻ അങ്ങോട്ടേക്ക് വരികയല്ല. ഇപ്പം ഞങ്ങളുടെ ഒരു പ്രൗഡായിട്ടുള്ള ഒരു ക്ലയന്റ് ആയിരുന്നു രമേശ് പിഷാരടി. അദ്ദേഹത്തിന്റെ വർക്ക് ചെയ്ത് ഭയങ്കര രസകരമായിരുന്നു കേട്ടോ. എന്താണെന്നുണ്ടെങ്കിൽ ചെയ്തോ. എനിക്ക് ആകെ അദ്ദേഹം 1-2 ചെറിയ ആവശ്യങ്ങൾ മാത്രമാണ് ആകെ പറഞ്ഞത്. സീറ്റിംഗ് കൊടുക്കുമ്പോൾ കംഫർട്ട് വേണം, ഒറ്റ ഒരു അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒരു കാര്യം ചെയ്തില്ല. അപ്പൊ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, ഞാൻ ഇടയ്ക്ക് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും അഭിപ്രായം ഇല്ല, നിങ്ങൾ 100% ഫ്രീഡത്തോട് കൂടി പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അപ്പൊ പറഞ്ഞു. ആ ഒരു അപ്രോച്ച് ആയിരുന്നത്. അപ്പൊ ഈ ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ 100% നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രോജക്റ്റ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തത്, ഒരു 2 floor ബിൽഡിംഗ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തത് 30 days കൊണ്ടാണ്. അപ്പൊ അദ്ദേഹം തന്നെ ചോദിച്ചു ഇത് തീരും, എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും സമയത്ത് തീരും എന്നുള്ളത്. അപ്പുറം ഇല്ല, തീർന്നോളൂ. അപ്പോൾ ആ ഒരു ഫ്രീഡം തന്ന് നമ്മളെ വിശ്വസിച്ച് നിന്ന ഒരു ക്ലയന്റ് ആണ്. അപ്പോൾ അതുപോലെയുള്ള ക്ലയൻസ് ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ക്ലയൻസ് നമുക്ക് 100% കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ചില ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരെ തെറ്റ് പറയാൻ പറ്റത്തില്ല. ആ ഒരു ഇൻസ്റ്റലേഷൻ്റെ ടൈമിൽ, ആ ഒരു പ്രോസസ്സ് നടക്കുന്ന ടൈമിലൊക്കെ ഇവർ ഇൻവോൾവ് ചെയ്തിട്ട് അങ്ങനെ പറ്റില്ല, ഇങ്ങനെയാണ്, അത് ശരിയായില്ല എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ക്ലയൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ അവർ ചിലപ്പോൾ ടെക്നിക്കൽ വശങ്ങളുടെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. അത് നമുക്ക് ഒരിക്കലും അവരെ തെറ്റ് പറയാൻ പറ്റില്ല. ഒരു വീട് പണിയുമ്പോൾ നമ്മുടെ ആവശ്യമാണ്, ഒരു തരത്തിലും പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ള ഒരു മുൻവീക്ഷണത്തോടു കൂടിയാണ് ഓരോരുത്തരും, ഞാനായാലും എല്ലാവരും അപ്രോച്ച് ചെയ്യുക. അപ്പം നമുക്കൊരു കുറ്റം പറയാൻ പറ്റില്ല. അവരെ മനസ്സിലാക്കി അവരോടത് എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ളതാണ്. എസ്പെഷ്യലി രമേശ് ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ എനിക്കൊരു സമാധാനമാണെന്നുള്ളത്. ഇതിന് ശരിക്കും ഇന്റീരിയർ ഡിസൈൻ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടാവില്ലേ? അപ്പോൾ ഇതേപോലെയുള്ള സ്വപ്നങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മളുടെ മുമ്പിലേക്ക് വരുന്ന ക്ലയൻസിന് നമുക്കൊരു ക്വസ്റ്റ്യനറോ മറ്റോ ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ നമ്മളോട് ഉറപ്പായിട്ടും കുറെ കാര്യങ്ങൾ പറയും, നമ്മൾ എന്തൊക്കെയാണ് അവരോട് ചോദിക്കുക? ഞാൻ എല്ലാവരും ചോദിക്കുമെന്ന് അറിയത്തില്ല, നമ്മുടെ കമ്പനിയിൽ ബജറ്റ് ചോദിക്കാറുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, പലരും വീട് പണിത് കടക്കിണിയിലാവുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോഷ്നെസ് കാണിക്കാനായിട്ടുള്ളത് ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു. ഒരുപാട് ഇല്ലാത്ത പൈസ മുടക്കി വീട് പണിയാന്നുള്ളത്, എലവേഷനൊക്കെ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പം അതിൻ്റെ ഒരു കോൺസെപ്റ്റ് മാറി. ഇപ്പം റിക്വയർമെന്റിനാണ് പ്രയോറിറ്റി. ഇപ്പം നമ്മളൊരു വീട് പണിയാന്ന് ഇപ്പം ചിന്തിക്കുമ്പോൾ നമ്മൾ പണ്ട് വീടിന്റെ പുറംവശത്തു നിന്നുള്ളൊരു പിക്ചർ ആയിരുന്നു. ഇപ്പം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വീട് പണിയാൻ പോവാണ്. വീട് എന്ന് പറയുമ്പോൾ ആ ഉള്ളിലെ കാര്യങ്ങൾ, ഇന്റീരിയർ ആണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അപ്പൊ നമ്മുടെ ആവശ്യത്തിനായിരിക്കണം നമ്മുടെ വീട് പണിയുക. അതെ, നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചായിരിക്കണം. അപ്പൊ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ റെഫർ ചെയ്ത് വരുന്ന ആൾക്കാരോട് നമ്മൾ പറയാറുണ്ട്, മിനിമൽ ആയിട്ടുള്ളതിനാണ് ഏറ്റവും ഭംഗി എന്നുള്ളത്. നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ ഡിസൈൻ ചെയ്ത് തരാനായിട്ട് ഞങ്ങൾ വില്ലിങ് ആണ്.
അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ബഡ്ജറ്റ് ചോദിക്കാറുണ്ട്. ഇപ്പം നമുക്ക് ഒരേ പ്രോജക്റ്റ്, ഇപ്പം 2 BHK അപ്പാർട്ട്മെൻറ്റ് നമുക്കൊരു 4 ലക്ഷം രൂപയ്ക്ക് ചെയ്യാം, അല്ലെങ്കിൽ 3.5 ലക്ഷം രൂപയ്ക്ക് ചെയ്യാം. അത് വേണമെങ്കിൽ നമുക്ക് 50 ലക്ഷം രൂപയ്ക്കും ചെയ്യാം. ഇത് ഒരു ഡിഫറെൻറ്റ് ഒരു രീതിയിലുള്ള മെറ്റീരിയൽസ് അതിൽ ഫാക്ടറാണ്, ഡിസൈൻ ഫാക്ടറാണ്. ഒരു ചെറിയ TV യൂണിറ്റ് ചിലപ്പോൾ നമ്മൾ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ ചിലതിനൊരു നിസ്സാര എമൗണ്ട് ആയിരിക്കും, ഡിസൈൻ ചെറിയ സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ എമൗണ്ട് ഇരട്ടിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഇതിലേക്ക് വരിക എന്നുള്ളത് നമ്മൾ ഗൈഡ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ അവരുടെ റിക്വയർമെൻറ്റ് എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ചിലർക്ക് പലപ്പോഴും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികളുള്ള ക്ലയൻസ് വരിക എന്ന് വെച്ചു, നമ്മുടെ ക്ലയൻസിൻ്റെ ഫാമിലിയെ പറ്റിയും പഠിക്കാറുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളുള്ളവർക്ക് അവർ പ്രിഫർ ചെയ്ത് വരുന്നത് പ്യോർ വൈറ്റ് ആയിരിക്കണം ഫുള്ള് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം സീറ്റിങ്ങിലാണെങ്കിലും ഒക്കെ ഇപ്പം വെൽവെറ്റ് അങ്ങനെയുള്ള ടൈപ്പുകൾ ഉള്ള സോഫാസ് വേണം എന്നൊക്കെ പറയുന്നവരോട് നമ്മൾ പറയാനായിട്ട് വേണമെങ്കിൽ ലെതർ അല്ലെങ്കിൽ മറ്റൊരു ഫോമിലേക്ക് നമുക്ക് പ്രിഫർ ചെയ്യാം. അങ്ങനെ കുട്ടികളാണ്, അത് സ്പോയിൽ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത്രയും ബ്രൈറ്റ് ഷെയ്ഡ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഷെയ്ഡ്സ് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പ്രായമുള്ള വ്യക്തികളുടെ ഒരു ബെഡ്റൂമാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹൈറ്റ്, ഈവൻ നമ്മൾ കോട്ടിൻ്റെ സൈസ് വരെ അതിനനുസരിച്ചിട്ടാണ് ക്രമീകരിക്കേണ്ടത്. അപ്പോൾ അവർക്ക് എണീക്കുവാനായിട്ടുള്ള സൗകര്യം ഇതൊക്കെ നോക്കണം. അതേസമയം മറ്റൊരു വ്യക്തിക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ 100% കസ്റ്റമൈസേഷൻ ചെയ്യുമ്പോൾ അവരുടെ ആവശ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക, അവരെ പറ്റി നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇതാണ് മെയിൻലി വരുന്നത്. ശരി. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള സ്ഥാപനം നമ്മുടെ ലുലുവിലുള്ളത് മൂവാറ്റുപുഴയിലാണല്ലോ. ഫാക്ടറി ഔട്ട്ലെറ്റും അവിടെ തന്നെയാണല്ലോ. മൂവാറ്റുപുഴ തന്നെയാണ്. ഇനിയിപ്പോ എപ്പോഴാണ് മൂവാറ്റുപുഴ എന്ന് പറയുമ്പോൾ ആ ഒരു കറക്റ്റ് മൂവാറ്റുപുഴ പ്രൊനൗൺസിയേഷൻ വരുന്നുണ്ടല്ലേ ഇവിടുന്ന്? അടിപൊളി. മൂവാറ്റുപുഴ എന്നൊക്കെ പറയില്ലേ, രസമുണ്ട്. ഓർഗാനിക്കലി അങ്ങനെ വരുന്ന കേൾക്കാൻ രസമാണ്. ശരിക്കും കൊച്ചിയിലേക്ക് ഇനി എന്നാണ് ഒരു ഓഫീസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ? അത് മാത്രമല്ല, ഇപ്പോൾ കുറേ ആളുകൾക്കുള്ള സംശയമായിരിക്കും, നമ്മൾ അവിടെ ബേസ് ചെയ്യുന്ന ഒരു കമ്പനി എത്ര ഭാഗങ്ങളിൽ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിമിതി ഉണ്ടോ, സ്ഥല പരിമിതി ഉണ്ടോ, ഇത്ര ജില്ലകളിൽ ചെയ്യും, എങ്ങനെയാണത്? ആക്ച്വലി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ള റിസോഴ്സ് വെച്ച് തന്നെ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പ്രിഫർ ചെയ്തിരിക്കുന്നത് കർണാടകയും കേരളത്തിലുമാണ്. കർണാടകയിൽ നമ്മൾ പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട്, നല്ല ഭംഗിയായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് അവിടെ ടൈപ്സും ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പൊ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ എല്ലാ ജില്ലകളിൽ നിന്ന് തന്നെ നമ്മളിപ്പം പ്രൊജക്റ്റുകൾ ചെയ്ത് കഴിഞ്ഞു. എറണാകുളത്തെ ഓഫീസ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റുകൾ ഞങ്ങൾ എറണാകുളത്താണ്. വി ഡോണ്ട് ഹാവ് എൻ ഓഫീസ് ഹിയർ. പക്ഷെ ഞങ്ങൾക്ക് അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് ടീമുണ്ട്, നമ്മുടെ സ്റ്റാഫ്, അവരുടെ ഹാൻഡിൽ, ഇതെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് നമ്മുടെ ബഡ്ജറ്റിനെ ബാധിക്കുന്നുമില്ല. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ അതിൻ്റെ ഒരു ഘടകമേ ആകുന്നില്ല. പ്രൊഡക്ഷൻ നമ്മുടെ ഓൺ ആയതുകൊണ്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. പക്ഷേ ഡെഫിനറ്റ്ലി യെസ്, ഞങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ട്. ഒരു ഫ്യൂച്ചർ പ്ലാൻസിൽ ഇപ്പോൾ ഒരു വുമൺ ഓൺടർപ്രണർഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു വലിയൊരു സ്വപ്നമാണ്. ഇപ്പം ഈ പല സ്ത്രീകളും ഇപ്പം എഞ്ചിനീയറിംഗ് മേഖലയിൽ അല്ലെങ്കിൽ ആർക്കിടെക്ട്സ് ഒക്കെ പഠിച്ച് വന്നിട്ട് വീടുകളിൽ വെറുതെ ഇരിക്കുന്ന, അതുപോലെ തന്നെ ഈ ഡിപ്ലോമ കോഴ്സസ്, ഡിസൈനിങ് അങ്ങനെയുള്ള കോഴ്സസ് ഒക്കെ ചെയ്തിട്ട് വെറുതെ ഇരിക്കുന്ന വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തി അവരെ ഓൺടർപ്രണർഷിപ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഞങ്ങളുടെ ഒരു നെക്സ്റ്റ് പ്രോജക്റ്റാണ്. അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള വ്യക്തികളിലൂടെ നമ്മൾ കേരളത്തിലെ മുഴുവൻ ഓഫീസസ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിൽ, വലിയൊരു ലാർജ് ഇൻവെസ്റ്റ്മെന്റ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കൽ ആയിരിക്കില്ല, നമ്മുടെ സപ്പോർട്ടോട് കൂടി അവർക്ക് ചെയ്യാവുന്ന, അതെ അത് ഇപ്പം നമ്മളിപ്പം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത ഇന്റർവ്യൂ വരട്ടെ, അങ്ങനെ സ്വപ്നങ്ങളൊക്കെ സാധ്യമാകട്ടെ. കാരണം നമുക്കൊരു വിഷൻ ഉള്ളപ്പോൾ ഉറപ്പായിട്ടും അത് സംഭവിക്കും. കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ നമ്മുടെ മുമ്പിൽ. ദി റോഡ് ടു എക്സലൻസ് ഈസ് ഓൾവേസ് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. ബെറ്റർ റോഡ്സ് ഒരിക്കലും ഇല്ല, ഇതല്ല ബെറ്റർ. നമുക്ക് ഒരുപാട് ദൂരങ്ങൾ ഇനിയും മുമ്പോട്ട് പോകാനായിട്ടുണ്ട്. വേറെ പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എന്താണ്? എന്ത് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും ഫീൽ ചെയ്യുന്നത്? ഇപ്പം ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും സമാധാനം. അല്ല, എനിക്കിപ്പോ എനിക്ക് ഇപ്പൊ എന്താണോ നമ്മൾ ആ സമയത്ത് ചെയ്യുന്നത് ഞാൻ അത് എൻജോയ് ചെയ്യാറുണ്ട്. ഇപ്പം ഒരു ദിവസം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ദിവസം ഓഫീസിൽ ഭയങ്കരമായിട്ടൊരു പ്രശ്നം നടക്കുക. അപ്പൊ പ്രശ്നം എന്താന്ന് ഞാൻ പറയണില്ല, വലിയ പ്രശ്നം നടക്കുക. ഈ പ്രശ്നം നടത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് ഒരു മീറ്റിംഗ് വിളിക്കണം എന്നൊക്കെ പറഞ്ഞ ഡിസ്കഷൻ നടക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ വരാം, തിരിച്ചു വരാട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുന്ന ഒരു സാഹചര്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു. മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മണിക്കൂറുകൾക്ക് ശേഷം വന്നു കഴിഞ്ഞപ്പോൾ അവരോട് എവിടെ പോയതാന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സിനിമയ്ക്ക് പോയതാന്ന് പറഞ്ഞു. ലൈക്ക് നമ്മൾ ആ ഒരു മൊമെന്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയാണ്.
ഒരുപക്ഷെ ഞാൻ ആ സമയത്ത് ഞാൻ എടുക്കുന്ന ഡിസിഷൻ തെറ്റായിരിക്കും. ഞാനൊരു ക്രൈസിസിൽ കൂടി പോകുന്ന സമയത്ത് ഞാൻ ഒത്തിരി ഇമോഷണലി വീക്കാണ്, ഞാൻ സ്ട്രെസ്ഡ് ആണ്. ആ ഒരു ടൈമിൽ ഞാൻ എടുക്കുന്ന ഡിസിഷൻ തെറ്റായിരിക്കും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ സ്വിച്ച് ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മളിപ്പോൾ ഏത് മേഖലയിൽ നിന്നാലും അത് സ്വിച്ച് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനെ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. ഞങ്ങൾ സൈറ്റ് വിസിറ്റിനൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഞങ്ങൾ സംസാരിച്ച് അതിൻ്റെ ഇടയിലായിരിക്കും ഞങ്ങൾ ഐഡിയാസ് പറയാം, അതിൽ പൊട്ടത്തരങ്ങളുണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോവുക. ഞങ്ങളുടെ ഓരോ യാത്രകളും ഞങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ സ്റ്റാഫ് ടീം, ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആണ്. അതെ, ഞങ്ങളുടെ യാത്രകളൊക്കെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ടീം മെമ്പേഴ്സ് ആയിട്ടാണ്, ഒരു ഫാമിലി മെമ്പേഴ്സ് ആയിട്ടാണ് ഞങ്ങൾ പോവുക. എവിടെ ആയിരിക്കുന്നോ അത് എൻജോയ് ചെയ്യാം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ചിലർ വന്നിട്ട് പറയാറുണ്ട്, ചില നാടുകളിൽ നിന്നൊക്കെ മാറി താമസിക്കുന്നവരുണ്ടല്ലോ, ചില ഏരിയാസിനൊക്കെ ആ ഏരിയയിലുള്ള ആൾക്കാരെ കൊള്ളില്ല എന്ന് പറയും. ഇത് കഴിഞ്ഞിട്ട് അടുത്തടുത്ത് ചെന്നാലും പറയൂ ആൾക്കാർ കൊള്ളില്ല എന്ന് പറയും. ആക്ച്വലി പലയിടത്തും പോകുമ്പോൾ പ്രശ്നക്കാർ നമ്മളായിരിക്കും. നമ്മൾ ഏത് സിറ്റുവേഷനിലാണോ നിൽക്കുന്നത് ആ സിറ്റുവേഷനെ മനസ്സിലാക്കി നമ്മുടെ ബെസ്റ്റ് പുറത്തേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ലൈഫ് എങ്ങനെയാ, ഒരു ഡേ എങ്ങനെ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുക, എങ്ങനെയാണ് എൻഡ് ചെയ്യുക? ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും മക്കളിലാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പൊ ഒരു അമ്മ എന്നുള്ള രീതിയിലൊന്നും മക്കള് കാണുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ചെറിയ കുട്ടികളാണ്. മോള് ഇപ്പം 6th മോനിപ്പം 3rd ഗ്രേഡിലേക്ക്. രണ്ടുപേരും ഭയങ്കര രസമാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും. പിന്നെ അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ബാക്കി, അതിന് ഇൻ ബിറ്റ്വീൻ നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ, അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സമയം തീർച്ചയായിട്ടും കണ്ടെത്താറുണ്ട് കേട്ടോ. നേരത്തെ ഒന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, ഇപ്പോൾ കൃത്യമായിട്ട് ഞാൻ കണ്ടെത്താറുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും, അത് ചെയ്യാറുണ്ട്. അതിനുശേഷം പലതും ഓവർ ഫോണിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യും. പിന്നെ ഓഫീസിലേക്ക് എത്തി, ഇനി ഓഫീസിൻ്റെ ഇടയിലും പല കാര്യങ്ങൾക്ക് വേണ്ടി പുറത്ത് പോകേണ്ടി വരാറുണ്ട്. യാത്രകൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്, അതിനിടയ്ക്ക് ക്ലാസ്സുകൾ എടുക്കാൻ പോകാറുണ്ട്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ ലുവലയിൽ വരുന്ന ഒരു ക്ലൈൻറ്റ് പോലും മിസ്സാവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഓരോ പ്രൊജക്റ്റിലും ഞാൻ ഇൻവോൾവ് ചെയ്യണം, അതിൻ്റെ ഓരോ സ്റ്റേജും എനിക്ക് അറിയണം എന്നുള്ളൊരു നിർബന്ധം കൂടിയുണ്ട്. അതെ, കമ്പനിയിൽ വേറൊരു കോംപ്രമൈസ് നമ്മൾ മാക്സിമം നമ്മുടെ ഒരു എഫേർട്ട് ഇടാനായിട്ട് നോക്കുന്നു. എല്ലാ ക്ലയൻസിനോടും സംസാരിച്ചിട്ടുണ്ടോ? ഓൾമോസ്റ്റ് എല്ലാ ക്ലയൻസിനോടും തന്നെ സംസാരിക്കാറുണ്ട്. എനിക്ക് പറ്റുന്നിടത്തോളം. ഇനി ചില ഇടയ്ക്ക് വല്ലതും വിട്ടുപോയാലും മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ സംസാരിച്ചില്ലെങ്കിൽ കൂടിയും ആ പ്രൊജക്റ്റിന്റെ ഓരോ പ്രോസസ്സും നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. കാരണം അത് കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് നമുക്ക് വരാറുണ്ട്. ഒരു ക്ലയന്റിന് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അത് നമ്മുടെ അടുത്ത് വരുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ഞാൻ തന്നെ ഡയറക്റ്റ് വിളിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മളത് ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ക്ലയൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, പല സ്വഭാവക്കാരാണ്. അപ്പോൾ ചിലർ ഭയങ്കര ദേഷ്യപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നവരുണ്ടാവും, ചിലർക്ക് ഭയങ്കര പ്രൊഫഷണലി ഡീൽ ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഈ ഒരു ക്ലയന്റ് മാനേജ്മെന്റിൽ, അതായത് ഈ ഇത്തരം ആളുകളിൽ ഭയങ്കര പ്രശ്നക്കാരായ ക്ലയൻസ് വരുമ്പോൾ എങ്ങനെയാണ് ഇവരെയൊക്കെ ഒന്ന് ഡീൽ ചെയ്ത് മാറ്റുന്നത് ശരിക്കും? രാഷ്ട്രീയക്കാരിയോടോ? അത് ശരിയല്ലേ, അത് ശരി. ആരോടാ ചോദിക്കുന്നതെന്ന് പറഞ്ഞുപോയി. അല്ല, ആക്ച്വലി അത് ഒത്തിരി പഠിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പൊളിറ്റിക്സ്. പല തരത്തിലുള്ള ആൾക്കാരെ അവിടെ കാണുന്നത്. എല്ലാവർക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ചിരി സമ്മാനിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കാറുണ്ട്. എല്ലാവരെയും ഹാപ്പിയാക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഇത് തന്നെ പലപ്പോഴും ഞാൻ കമ്പനിയിലും അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ വരുന്ന ക്ലയൻസിൻ്റെ റിക്വയർമെൻറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കാം, അവരുടെ ആവശ്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ സ്വഭാവം ഡിഫറെൻ്റ് ആയിരിക്കാം. ഒരു വീട്ടിൽ തന്നെ ഹസ്ബൻഡിന് ഒന്ന് വേണം, വൈഫിന് വേറൊന്ന് വേണം എന്നൊക്കെയുള്ള, ചിലപ്പോൾ മദറിലോ വേണ്ടി അവർക്ക് വേറൊരു കോൺസെപ്റ്റ്. പലർക്കും പല പല ഇഷ്ടങ്ങളോടുകൂടി ഒരു ഫാമിലി തന്നെ നമ്മുടെ ഒരു ടേബിളിന് ചുറ്റും വന്നിരുന്ന് പലത് പറയുന്ന ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ 100% തുറവയോടുകൂടി അവരെ കേൾക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അവർക്ക് വേണ്ടത് എന്താണ് എന്നുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യാന്നുള്ളത്. ഇപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വലിയ വിശ്വാസിയാണ്. എനിക്ക് ദൈവസഹായം കൊണ്ട് മാത്രം മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെന്ന് 100% വിശ്വസിക്കുന്ന ഒരു ആളാണ് ഞാൻ. നമ്മൾ പ്രാർത്ഥിക്കണ എല്ലാം നമുക്ക് കിട്ടണമെന്നില്ലല്ലോ. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം അങ്ങനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം അമാനുഷികരായിട്ടുള്ള ഒരുപാട് മനുഷ്യരുടെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ക്ലയൻസിൻ്റെ ആഗ്രഹങ്ങളും റിക്വയർമെൻറ്റും പലതായിരിക്കും. പക്ഷെ അവരുടെ ശരിയായിട്ടുള്ള ആവശ്യം എന്താണ് എന്ന് നമ്മൾ അവരെ മനസ്സിലാക്കി കൊടുത്ത് അവരുടെ ആവശ്യം അതാണെന്ന് പിന്നീട് നമ്മളിലേക്ക് എത്തുക, അവർ ഇത് മതി എന്നുള്ളൊരു ഡിസിഷനിലേക്ക് നമ്മളോട് കൺവേ ചെയ്യണം. അപ്പം അങ്ങനെ അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും കുറഞ്ഞ സമയം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു, ഇനിയും സംസാരിക്കണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരുപാട് സമയങ്ങൾ, ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ നമുക്ക് ഇരിക്കാൻ സാധിക്കട്ടെ. എന്തായാലും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ലോയിലേക്കും മാമിനും ഒക്കെ എന്താ പറയുക, ഭയങ്കര വിജയമായ ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാനും സംസാരിക്കാനൊക്കെ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. സ്കൈലാർക്കിനൊപ്പം ഇത്രയും സമയം ചെലവഴിക്കാൻ സാധിച്ചത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു. ഞാൻ ശരിക്കും ഈ ഒരു സമയം എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച്.